കരിയറും ജീവിതവും മതിയാക്കി സ്വന്തം രാജ്യത്ത് ശിഷ്ടകാലം ജീവിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കുടുംബാംഗങ്ങളുടെ വിസകൾ, ക്രെഡിറ്റ് കാർഡുകൾ, വാടക വീട് മുതലായവ റദ്ദാക്കൽ സംബന്ധിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി UAE വിടുകയാണെങ്കിൽ 2011 ഫെബ്രുവരി 23 UAE സെൻട്രൽ ബാങ്ക് റെഗുലേഷൻ നമ്പർ 29/2011 ആർട്ടിക്കിൾ 9B അനുസരിച്ച് വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബാങ്ക് വായ്പകളും മറ്റ് സേവനങ്ങളും ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുപോലെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. കൂടാതെ കുടുംബാംഗത്തിന്റെ വിസ റദ്ദാക്കുന്നതിന് നിങ്ങൾക്ക് ആമർ സർവീസ് സെന്റർ സന്ദർശിക്കാം. അല്ലെങ്കിൽ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് സേവനത്തിന് ബാധകമായ ഫീസ് അടച്ച് ഓൺലൈനായി പ്രക്രിയ പൂർത്തിയാക്കാം. പങ്കാളിയെയും കുട്ടികളെയും മറ്റ് ആശ്രിതരെയും സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തി സ്വന്തം വിസ റദ്ദാക്കുന്നതിന് മുൻപ് ആശ്രിതരുടെ വിസകൾ റദ്ദാക്കണം. ദുബായ് ലാൻഡ് നിയമം വാടക കരാറുകൾ നേരത്തെ അവസാനിപ്പിക്കുന്നതിനെ പ്രത്യേകം പരാമർശിക്കുന്നില്ല. അതിനാൽ കരാർ കാലഹരണപ്പെടുന്നതിന് കുറഞ്ഞത് 90 ദിവസം മുൻപെങ്കിലും നിങ്ങളുടെ ഭൂവുടമയെ വിവരം രേഖാമൂലം അറിയിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ പരസ്പര ധാരണയില്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ ബന്ധപ്പെടാം. UAE വിടുന്നതിന് മുൻപ് എല്ലാ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും തീർക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പണമടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കുടിശ്ശിക തുക 10,000 ദിർഹത്തിൽ കൂടുതലാണെങ്കിൽ വായ്പ നൽകുന്നയാൾക്ക് അധികാര പരിധിയിലുള്ള ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാനും 2022 42 നമ്പർ ഫെഡറൽ ഡിക്രി നിയമത്തിലെ ആർട്ടിക്കിൾ 324, 325 എന്നിവയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് നിങ്ങളുടെ മേൽ യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ അഭ്യർത്ഥിക്കാനും സാധിക്കും.